ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രൊഫസറിന്റെ അമ്മയോട് പറയണം, നമ്മളാണെങ്കിൽ വേണി മോളെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്, പക്ഷെ ചാരങ്ങാട്ട് വീട്ടിലാണെങ്കിൽ ഗൗരിയോട് അവരെല്ലാവരും എത്ര മോശമായിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇനിയും തൊട്ടാണെങ്കിൽ വേണിയോടും ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പെരുമാറുക എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കണം, നിനക്ക് അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ? ചാരങ്ങാട്ട് വീട്ടിലുള്ളവർക്ക് അറിവില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നത്. പക്ഷെ നിനക്ക് അങ്ങനെ പറ്റില്ല, നീ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അതിനുശേഷം മുത്തശ്ശി പ്രൊഫസറെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഇതിനൊന്നും പറ്റത്തില്ല, നീ എന്തായാലും സമാധാനമായിട്ടിരിക്കും, എപ്പോഴായാലും സത്യം മാത്രമേ വിജയിക്കത്തുള്ളൂ എന്ന് പറയുന്നു. പ്രൊഫസർ ആണെങ്കിൽ അമ്മയെ ചേർത്ത് പിടിച്ച് കരയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണെങ്കിൽ റൂമിൽ വിഷമിച്ചിരിക്കുമ്പോൾ അവിടേക്ക് കമലേട്ടത്തിയാണെങ്കിൽ ഫുഡുമായിട്ട് വരുന്ന കമലേട്ടത്തിയോടാണെങ്കിൽ ഗൗരി പറയുന്നുണ്ട്, എനിക്ക് ആഹാരമൊന്നും വേണ്ട, ശങ്കർ ആണെങ്കിൽ ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല, എവിടെ പോയതാണെന്നും അറിയത്തില്ല, ശങ്കർ ആണെങ്കിൽ എന്നെ മനസ്സിലാക്കിയിട്ടുമില്ല എന്ന് പറയുന്നു. ശങ്കർ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. കമലേട്ടത്തിയാണെങ്കിൽ ഗൗരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാദേവനെയും രാധാമണി തങ്കച്ചിയുമാണ്. രാധാമണി തങ്കച്ചിയാണെങ്കിൽ മഹാദേവനോട് പറയുന്നുണ്ട്, വേണി പോലും എന്നെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ഗൗരിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, അവള് പോലും ഗൗരിയെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അവരെ വീട്ടുകാരായിരിക്കും അവളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്, എന്തായാലും നമ്മൾ ഗൗരിയെ ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നു. മഹാദേവനപ്പോൾ പറയണ, ആരുമില്ലാത്ത സമയം നോക്കി ഞാൻ അവളെ ഇല്ലാതാക്കും, അതിനുശേഷം വേണിയുടെ വിവാഹ ബന്ധവും ഇല്ലാതാക്കും, അതിനുശേഷം വേണിയും ശങ്കറും ഫ്രീ ആകും, പ്രൊഫസറിന്റെ കുടുംബമേ നശിപ്പിച്ച് കളയുമെന്നൊക്കെ മഹാദേവൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന വേണിയാണ്. വേണിയുടെ അടുത്തേക്കാണെങ്കിൽ ആദർശ് ചെല്ലുന്നു. ആദർശാണെങ്കിൽ വേണിയോട് പറയണം, എൻ്റെ അച്ഛൻ നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അച്ഛനാണെങ്കിൽ ഒരുപാട് വിഷമത്തിലാണ്, അച്ഛൻ ഒരുപാട് അപമാനമൊക്കെ നേരിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. വേണിയപ്പോൾ പറയാണ് പ്രൊഫസർ പെരുമാറിയതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല എന്ന്. എൻ്റെ വീട്ടിലാണെങ്കിൽ ചാരങ്ങാട്ട് മഹാദേവൻ ദേഷ്യപ്പെട്ടാൽ പിന്നെ ആർക്കും അവിടെ നിൽക്കാൻ പോലും പറ്റില്ല, അതുപോലെയൊന്നുമല്ലല്ലോ പ്രൊഫസർ പെരുമാറിയത്, പ്രൊഫസറാണെങ്കിൽ പ്രൊഫസറിന്റെ ദേഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കട്ടെ, അതിലെന്താ തെറ്റ്, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയാണെങ്കിൽ എനിക്കിപ്പോൾ ഗൗരിയെ മനസ്സിലാകുന്നുണ്ട്, ഗൗരിയുടെ ഭാഗത്താണെങ്കിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെ പറയുന്നു, എനിക്കിപ്പോൾ അവളെ വിശ്വാസമാണെന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, ആദർശേട്ടൻ എന്തുകൊണ്ടാണ് ധ്രുവന്റെ കാര്യം എന്നോട് പറയാഞ്ഞത്, ധ്രുവന്റെ കാര്യം പറഞ്ഞാലും ഞാനാണെങ്കിൽ ആരോടെങ്കിലും പറയുമെന്ന് കരുതിയിട്ടാണോ, പക്ഷെ ഞാൻ ഈ വീട്ടിലെ ഒരംഗമല്ലേ, നമ്മളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടായാൽ അത് നമ്മൾ അങ്ങനെയല്ലേ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇനി തൊട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എന്നോട് പറയണമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ആദർശനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണെങ്കിൽ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ്, ശങ്കറിനെ കാണാത്തത് കൊണ്ട്. ജോജുവിനെ ഫോൺ വിളിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ശങ്കറിനെ കണ്ടോ എന്ന്. ജോജു അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് പറയാമെന്നൊക്കെ പറയുന്നു. ഗൗരി അതിനുശേഷമാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് സ്വപ്നം കാണുന്നുണ്ട്, ശങ്കർ അടുത്തേക്ക് വരുന്നതും ശങ്കർ ആണെങ്കിൽ എല്ലാം മറന്നിട്ട് ഗൗരിയെ ചേർത്ത് പിടിക്കുന്നതുമായൊക്കെ സ്വപ്നം കാണുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ സ്വപ്നമല്ലെന്ന് മനസ്സിലാകുന്നു. അടുത്താണെങ്കിൽ ജോലിക്കാരി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം വേണിയാണെങ്കിൽ ചായയുമായിട്ട് പ്രൊഫസറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. നന്ദിനി അമ്മ അപ്പോൾ പറയുന്നുണ്ട് വേണിയോട് കൊടുക്കാനെന്ന്. പ്രൊഫസർ ആണെങ്കിൽ ആ ചായ വാങ്ങുന്നുണ്ട്. വേണി അപ്പോൾ പ്രൊഫസറോട് പറയുന്നുണ്ട്, ഇന്നലെ ഞാനാണെങ്കിൽ മോശമായിട്ടാണ് പ്രൊഫസറിനോട് പെരുമാറിയത്, മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടും തിരിച്ചു മിണ്ടാതിരുന്നില്ല, എനിക്കാണെങ്കിൽ അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചതെന്നൊക്കെ പറയുന്നു. എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ വേണി പറയാണ്. ആ സമയത്ത് നന്ദിനി അമ്മ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, നിന്നോടാണെങ്കിൽ നിന്റെ പ്രൊഫസറും ഇന്നലെ ദേഷ്യപ്പെട്ടിട്ടില്ലേ, അത് മോളും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വേണി പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് സന്തോഷമേ ആയുള്ളൂ, ആണുങ്ങളായാൽ കുറച്ച് ഒച്ചയും ബഹളവും ഒക്കെ വീട്ടിലുണ്ടാക്കണം, ഇത്രയും നാളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഇതൊരു വീടായതെന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായെന്ന് പറയുന്നു. വേണി പറയുന്നത് കേട്ടിട്ട് പ്രൊഫസർ ആണെങ്കിൽ അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്